എന്റെ ദൈവമേ, ഇത് ഞാൻ സഹിക്കണോ? ചുവട് വെക്കൂ വലം വെച്ച് പറക്കുന്ന കുരുവികളെ അതിലനയാനാകാതെ A few moments later. എന്തൊരു ചൂടാ അറിയിച്ചിട്ട് അവിടെയൊക്കെ. അതെ അതെ, സഹിക്കാൻ പറ്റുന്നില്ല. എന്തായിരുന്നു മോളിൽ മേളം? അതേ, ഞാൻ എസ്മ്യൂളിൽ 2 പാട്ട് പാടിയിട്ടതാ. ഓ, ഞാൻ കേട്ടു. റെക്കോർഡിംഗ് ആയിരുന്നല്ലേ? അതെന്തറിയോ, കോളേജിലെ ഫ്രണ്ട്സ് ഞങ്ങളുടെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവർക്കൊക്കെ ഭയങ്കര പരാതി. ഞാൻ പണ്ട് കോളേജിലൊക്കെ പാടുമായിരുന്നല്ലോ, 2 പേര് സ്മ്യൂളിലുണ്ട്. അപ്പൊ ഞങ്ങളെല്ലാം ഇങ്ങനെ പാടാന്നൊക്കെ ഒരു ഇത് വന്ന് അങ്ങനെ ഞാൻ 2-3 പാട്ടൊക്കെ ചെയ്താ. അത് ഇട്ടതും എന്തൊരു അപ്രീസിയേഷൻ, എല്ലാവരുടെയും സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞത്. എന്തായാലും നന്നായി. അതെ, ഞാൻ പാടിയ പാട്ടൊന്ന് കേൾപ്പിച്ചിട്ട് സ്മ്യൂളില്. ഒരു മിനിറ്റ്, നീ പാടുന്നതിന് മുമ്പേ ഇതേ പാട്ട് എനിക്ക് പരിചയമുള്ള ഒരാൾ പാടി. നീ കേക്ക് ഫസ്റ്റ് കേൾക്കണം, അപ്പൊ നമുക്ക് ഡിഫറൻസ് അറിയാലോ. ശരി, ഒരു മിനിറ്റ് കേട്ടാ. ശരി, എവിടെ ശ്രദ്ധിക്കേ, കേക്ക്. ഇതാ എന്തോ അറിയിച്ചിട്ടത് ഉള്ള വെള്ളിയും കട്ടയും സ്വർണ്ണം ഒക്കെ ഇട്ടുന്നുണ്ട്. ഓഫ് ചെയ്യോ, സഹിക്കാൻ വയ്യ. സഹിക്കാൻ പറ്റുന്നില്ലല്ലേ? നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ല? നിനക്കെന്നല്ല, ആർക്കും സഹിക്കാൻ പറ്റില്ല. എന്റെ പൊന്നു ലച്ചു, നീ എന്നെ കൊല്ലുന്നത് പോട്ടെ, നാട്ടുകാരിങ്ങനെ പഠിക്കല്ലേ. നീ സ്മ്യൂൾ ആപ്പിലല്ലേ ഇത് പാടിയെന്ന് പറയുന്നത്? നിന്റെ ഐഡി ഇതോടെ ക്യാൻസൽ ആവും. അപ്പൊ ഞാൻ അറിയാതെ എന്റെ സൗണ്ടാണ് ഇത്. പിന്നെ ആരുടെ സൗണ്ടാ? നിന്റെ തന്നെ. ഞാൻ അറിയാതെ അവിടെ വന്ന് എന്റെ സൗണ്ട് റെക്കോർഡ് ചെയ്യായിരുന്നല്ലേ? അത് നിന്നെ ബോധ്യപ്പെടുത്തണ്ടേ? നല്ല സ്വഭാവം. എന്തായാലും പാടിയിട്ട് കൊള്ളാം, നല്ല ഭർത്താവ്. ഒരാളെ ഉപകാരം ചെയ്യാൻ പറ്റിയ ഉപദ്രവിക്കരുത് കേട്ടോ. ഓരോരുത്തരുടെ ഓരോ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുക വേണ്ട. അല്ലാണ്ട് ഇതൊരുമാതിരി വൃത്തിയായിട്ട പരിപാടിയായി പോയി കേട്ടോ. ഞാൻ അറിയാണ്ട് വന്ന് എന്റെ സൗണ്ട് റെക്കോർഡ് ചെയ്ത് തറ പരിപാടിയായി പോയി കേട്ടോ. ഭയങ്കര മോശമായി പോയി. നിന്റെ ശബ്ദമാതിരി കേൾപ്പിക്കണ്ടേ? കൂടുതൽ ഡയലോഗ് അടിക്കില്ല. നിങ്ങൾ ഇത്രയും വൃത്തിയായിട്ട മനുഷ്യനാണ് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. പിണങ്ങി പോലെ ഭയങ്കര മോശമായി പോയി. പോറേജിലായിരുന്നു. നിന്റെ ശബ്ദമാതിരി നിനക്ക് കേൾക്കണ്ടേ, അറിയണ്ടേ? പോറേജിലാണ്. സത്യം പറയുമ്പോഴേ കുഞ്ഞിനും കൊത്തി കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പൊ പറഞ്ഞില്ലെങ്കിലേ കൈവിട്ടു പോകും. അത്ര നാട്ടുകാരെ തെറി ഞാനും കൂടെ കേൾക്കേണ്ടി വരും. ഒരു കുഴപ്പമില്ല.